ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നാരായണീയം പാരായണം ചെയ്യാൻ തുടങ്ങിയാണ്. ഇന്ന് 33-ാം ദശകം ആരംഭിക്കുകയാണ്. 33-ാം ദശകം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ദശകമാണ്. ഭഗവാൻ ഭക്തദാസനാണ് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഈ ദശകത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അംബരീഷ ചരിതം. ഈ ഭഗവാൻ എങ്ങനെയാണോ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഭക്തന്മാരിൽ കനിയുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കഥയാണിത്. അംബരീഷൻ വളരെ വിഷ്ണുഭക്തനും അതുപോലെ തന്നെ ഈ ഭൂമി മുഴുവനും വാണ ഒരു ചക്രവർത്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ നാം ഏവരും ശ്രദ്ധയോടെ വായിക്കേണ്ടതും കേൾക്കേണ്ടതുമാണ്. 1-ാമത്തെ ശ്ലോകം. വൈവസ്വതാഖ്യമനുപുത്ര നഭാഗജാതോ നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷഃ സപ്താന്നവാവൃതമഹീദൈതോപിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്രമനാ സദൈവ. വൈവസ്വതൻ എന്ന മനുവിൻ്റെ പുത്രൻ നഭാഗൻ, നഭാഗൻ്റെ മകൻ നാഭാഗൻ. ആ നാഭാഗൻ്റെ മകനാണ് അംബരീഷൻ. ഈ അംബരീഷൻ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു. അത്രയും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നിട്ടും അദ്ദേഹം വിഷ്ണു ഭഗവാനിൽ മുഴുകിയ മനസ്സോടുകൂടി, അതുപോലെ തന്നെ നിന്തിരുവഴിയുടെ ഭക്തന്മാരിലും മുഴുകിയ മനസ്സുള്ളവനായി അങ്ങനെ സുഖമായി കഴിഞ്ഞു പോന്നു. അല്ലേ? നമ്മളിവിടെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഇവിടെ ആണെങ്കിലോ ചിലർക്ക് ഐശ്വര്യം കുറച്ച് കിട്ടിയാൽ തന്നെ ഈശ്വരനും വേണ്ട, ആരും വേണ്ട, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. ഇതിനെല്ലാം വിപരീതമായി ഈ ഭൂമി മുഴുവനും തൻ്റെ അധീനതയിൽ ആയിരുന്ന ഒരു മഹാനായ ഈ ചക്രവർത്തി ഭഗവാനിലും ഭഗവാന്റെ ഭക്തന്മാരിലും വളരെ താല്പര്യമുള്ളവനായും ഭക്തരിൽ ഭക്തനായും ജീവിച്ചു പോകുന്ന ഒരു ആളായിരുന്നു. വൈവസ്വതാഖ്യ മനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുതോംബരീഷഃ സപ്താർണവാവൃത മഹീദൈതോ വിരേമേ ത്വൽസംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. ഇന്ന് 33-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. ത്വത്പ്രീതയേ സകലമേവ വിദന്വദോസ്യ ഭക്തൈവ ദേവ ന ചിരാദഭൃതാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദധാര സഹസ്രധാരം. അല്ലയോ ഭഗവാനെ,
നിന്തിരുവടിയുടെ പ്രീതിക്കായി എല്ലാ കർമ്മങ്ങളും ചെയ്തു പോരുന്നവനായ ഇദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് തന്നെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഭഗവാൻ പ്രസന്നനായി തീർന്നു. ഈ അമിതമായ അംബരീഷിൻ്റെ ഈ ഭക്തി കാരണം ഭഗവാനെ എന്നും സദാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന് പെട്ടെന്ന് തന്നെ പ്രസന്നനായി. അപ്പോൾ തൻ്റെ ഭക്തൻ്റെ സംരക്ഷണയ്ക്കായി തൻ്റെ സുദർശന ചക്രത്തെ തന്നെ അദ്ദേഹം ദാനം ചെയ്തു. നോക്കണേ, ഒരു ചക്രവർത്തി, അതിലുപരി ഭഗവാന്റെ ഏറ്റവും ഭക്തനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ തൻ്റെ സുദർശന ചക്രം അദ്ദേഹത്തിന് ദാനം ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമണ്ഡലത്തിൻ്റെ അധിപനാണ് അംബരീഷൻ. ഭരണപരവും ധാർമ്മികവുമായ അനേകം കടമകൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടാവും. തൻ്റെ എല്ലാ കർമ്മങ്ങളിലും ഭഗവാന്റെ പ്രസാദം ഒന്നു മാത്രമാണ് അദ്ദേഹം ലക്ഷ്യമായി കരുതിയത്. എല്ലാം അല്ലേ, നാരായണായേതി സമർപ്പയാമി എന്ന് പറയില്ലേ, ഭഗവാന് അർപ്പണം ചെയ്തുകൊണ്ട് തൻ്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു അദ്ദേഹം. അതിനാൽ ഭഗവാൻ അദ്ദേഹത്തിൽ ഏറ്റവും പ്രസന്നനാവുകയും അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് എന്ത് വിഷമമുണ്ടായാലും അതിനെ നേരിടാനുള്ള ഒരു ആയുധം എന്നുള്ള നിലയ്ക്ക് തൻ്റെ സുദർശന ചക്രം തന്നെ അദ്ദേഹത്തിന് ദാനം ചെയ്തു. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്തൈവ ദേവ നജിരാദഭൃത പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദധാര സഹസ്രധാരം. മൂന്നാമത്തെ ശ്ലോകം ഗംഭീരാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ദ്വാദശി വ്രതത്തിൻ്റെ ഒരു മഹാത്മ്യം കൂടി ഈ കഥയിൽ വരുന്നുണ്ട്. സ ദ്വാദശി വ്രതമഥോ ഭവദർച്ചനാർത്ഥം വർഷം ദധോ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാസമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശു ഷഷ്ടികോടിം. നമ്മൾ ഒരു ദിവസമാണ് ഈ ഏകാദശി വ്രതമൊക്കെ, ഒരു മാസം ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവാം. പല ഭക്തന്മാരും ഭക്തകളും ഒക്കെ ഒരു മാസത്തിൽ ഈ 2 ഏകാദശിയും നോൽക്കാറുണ്ട്. എൻ്റെ അമ്മ അങ്ങനെ നോറ്റ ആളാണ്. തീർച്ചയായും അതിൻ്റെ ഒരു ഫലമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഇവിടെ നമ്മുടെ അംബരീഷൻ ഒരു ദിവസമല്ല, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലൊന്നുമല്ല, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദ്വാദശി വ്രതമാണ് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്യന്തം ശ്രദ്ധയോടെ ആചരിക്കപ്പെടേണ്ടതാണ് ഈ വ്രതം. മാർഗശീർഷ മാസം തൊട്ട് 12 മാസങ്ങളിലായി വെളുത്ത പക്ഷത്തിലെ ഏകാദശി നാൾ ഉപവസിച്ച് ദ്വാദശി നാളിൽ പാരണം വീടുകയും ഉറക്കവും വിശ്രമവും കൂടാതെ ഭഗവത് പ്രസാദത്തിനായി പ്രാർത്ഥിക്കുകയും വേണം. ഇതാണ് ഈ വ്രതത്തിൻ്റെ ആചാരം. ഭഗവാന്റെ നിർലോഭമായ പ്രസാദം ലഭിച്ച ആളാണ് അംബരീഷൻ. എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? യമുനാ നദിയുടെ തീരത്തുള്ള മധുവനം എന്നൊരു വനമുണ്ട്. അവിടെ തൻ്റെ പത്നി, അദ്ദേഹത്തിൻ്റെ പത്നിയാണെങ്കിൽ അതിലേറെ ഭക്തയാണ്. അദ്ദേഹം പറയുന്ന എന്തും അനുസരിക്കുന്നവളുമാണ്. അപ്പോൾ ആ പത്നിയോടുകൂടി ബ്രാഹ്മണർക്ക് മഹത്തായ പൂജകളും സൽക്കാരവുമൊക്കെ ചെയ്തു. അതുപോലെ തന്നെ
ഇദ്ദേഹം ചക്രവർത്തിയാണല്ലോ. 60 കോടി പശുക്കളെയാണ് ഇദ്ദേഹം ഈ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ദാനം ചെയ്തത്. അങ്ങനെ ഒരു വർഷക്കാലം ഈ മഹത്തായ ദ്വാദശി വ്രതം അംബരീഷൻ ആചരിച്ചു. സ ദ്വാദശി വ്രതമതോ ഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടിം. ഇനി 4-ാമത്തെ ശ്ലോകമാണ്. തത്രാധ പാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേതേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. ഇവിടെ അംബരീഷനെ പരീക്ഷിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു വർഷക്കാലം വ്രതം നോറ്റ് ദ്വാദശി നാളിൽ പാരണ കഴിച്ചാൽ അതിനൊരു സമാപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ വ്രതം കാലം കൂടുന്ന ദിവസം ദ്വാദശി നാളിൽ പൂജയുടെ അവസാനം ഉള്ള അർച്ചനയും കൂടെ കഴിഞ്ഞ സമയത്ത് അവിടെ നമ്മുടെ വളരെ ദേശക്കാരനായ ദുർവാസാവ് മഹർഷി അംബരീഷിൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ബ്രാഹ്മണനാണല്ലോ വന്നിരിക്കുന്നത്, സന്യാസി. ബ്രാഹ്മണ ഭക്തനായ അംബരീഷൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അന്യന്മാർക്ക് ആർത്തി ഉണ്ടാക്കുന്ന, ദുഃഖം ഉണ്ടാക്കുന്ന ശീലമുള്ള ആളാണ് ഈ ദുർവാസാവ് മഹർഷി. അപ്പോൾ ഈ അംബരീഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് ദ്രോഹിക്കണമെന്നുള്ള ഒരു മനസ്സിൽ ഉണ്ടാവണം. അദ്ദേഹം എന്തായാലും ഭോജനത്തിന് ക്ഷണിച്ചതാണല്ലോ. ഈ ഭോജനത്തിന് ക്ഷണിച്ച വേറെ കുഴപ്പമുണ്ട്, അംബരീഷിന് പാരണ കഴിക്കണം ദ്വാദശി. അപ്പോൾ ഈ മഹർഷി വന്ന് അദ്ദേഹത്തെയും കൂടെ സൽക്കരിച്ചിട്ട് വേണം അദ്ദേഹത്തിന് പാരണ കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ നടത്തും എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവട്ടെ എന്ന് ദുർവാസാവ് വിചാരിച്ചോ എന്നൊരു സംശയം. അദ്ദേഹം എന്ത് ചെയ്തു? നിത്യകർമ്മങ്ങൾ ചെയ്യാനെന്ന് ഭാവിച്ചുകൊണ്ട് യമുനാ നദിയിലേക്ക് പതുക്കെ നടന്നു. തത്രാഥ പാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേതേ ഭോക്തും മൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. അഞ്ചാമത്തെ ശ്ലോകം. രാജ്ഞാഥ പാരണ മുഹൂർത്ത സമാപ്തി ഖേദാത് വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദഥ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതോധൃത ജഡോ വിതതാന കൃത്യം. നമുക്കറിയാം, ദ്വാദശി നാളിൽ വ്രതം അവസാനിക്കുന്ന സമയത്താണ് ഈ ദുർവാസാവ് മഹർഷി അംബരീഷിൻ്റെ ഭവനത്തിലെത്തിയത്. മാർഗശീർഷം മുതൽ 12-ാമത്തെ മാസമായ കാർത്തികയിലെ ശുക്ലപക്ഷ ദ്വാദശി നാളിലാണ് സംഭവം നടക്കുന്നത്. ഒരു വർഷം നീണ്ടുനിന്ന വ്രതത്തിൻ്റെ അവസാനം പാരണ വേണ്ട ചടങ്ങാണ് അല്ലേ? ദ്വാദശി നാളിൽ ആണ് ആ വ്രതം അവസാനിക്കുമ്പോൾ പാരണ നടത്തണം. എന്തെങ്കിലും വെള്ളം കൊണ്ടെങ്കിലും നമുക്ക് കഴിക്കണം. അതുവരെ വ്രതം എന്ന് പറയുമ്പോൾ ഒന്നും അന്നാഹാരം ഇല്ലാണ്ടിരിക്കുന്ന ഒരു ഏകാദശി വ്രതമാണ്. ഇതറിയാവുന്നത് കൊണ്ടാകാം രാജാവിനെ പരീക്ഷിക്കുന്നതിന് എന്ന പോലെ
ദുർവാസാവ് മടങ്ങി വരാൻ വളരെയധികം താമസിച്ചു. അപ്പോൾ ഈ ദ്വാദശി കഴിയുന്നതിന് മുമ്പ് പാരണ ചെയ്യേണ്ടതുമാണ്. ദ്വാദശി അവസാനിക്കാറായപ്പോൾ ഈ ഇത്രയും ഒരു വർഷം നമ്മൾ ചെയ്ത ആ വ്രതത്തിന് ഒരു എന്താ പറയുക പരിസമാപ്തി ഉണ്ടാവാതിരിക്കണ്ട എന്ന് വിചാരിച്ച് രാജാവ് വളരെയധികം വിഷമിച്ചു. ഭക്ഷണത്തിന് ക്ഷണിച്ച ഋഷി വന്നെത്തുന്നതിന് മുമ്പ് സ്വയം ഭക്ഷണം കഴിക്കുന്നതും അതിഥി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ പാരണ മുടങ്ങിയാലോ താൻ ഇതുവരെ അനുഷ്ഠിച്ച വ്രതത്തിന് ഭംഗമുണ്ടാവുകയും ചെയ്യും. ധർമ്മസങ്കടത്തിലായ രാജാവ് കുറച്ച് വെള്ളം മാത്രം കുടിച്ച് ആഹാരമൊന്നും കഴിക്കാതെ ആ ഒരു കർമ്മം നടത്തുക എന്നുള്ള നിലയ്ക്ക് അല്പം വെള്ളം കുടിച്ച് വ്രതത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി. അപ്പോഴേക്കും ദുർവാസ മഹർഷി അവിടെ എത്തി. രാജാവിൻ്റെ ഈ പ്രവൃത്തി ദിവ്യദൃഷ്ടി കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. മഹർഷി ദേഷ്യത്തിൽ രാജാവിനെ ശകാരിക്കുകയും അദ്ദേഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ജട പറിച്ചെടുത്ത് അതിൽ നിന്ന് സർവവും ദഹിപ്പിക്കുന്ന പിശാചിനിയായ ഒരു കൃത്യയെ സൃഷ്ടിക്കുകയും ചെയ്തു. നോക്കണേ, ഒരു കഷ്ടകാലം അംബരീഷൻ്റെ. രാജ്ഞാതപാരണമുഹൂർത്ത സമാപ്തികേതാത് ഭാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ കൃതോത്ഥൃതജഡോ വിദതാന കൃത്യം. 33-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. കൃത്യം ച താമസിതരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാശ്ച കമ്പേ ത്വദ്ഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വതാവീത്. ഒരു ഭക്തന്റെ രക്ഷയ്ക്കായി ഭഗവാൻ എത്തുന്നത് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയും. ദുർവാസാവിൻ്റെ ക്രോധത്തിൽ നിന്ന് ജനിച്ച കൃത്യ എന്ന പിശാചിനി ഭുവനമാകെ ഭസ്മമാക്കിക്കൊണ്ട് വാളുമേന്തി രാജാവിനെ കൊല്ലാനായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. ഭയങ്കരിയായ ഈ കൃത്യയെ മുമ്പിൽ കണ്ട രാജാവ് ഒട്ടും ഭയപ്പെട്ടില്ല. അദ്ദേഹം നിന്ന സ്ഥലത്ത് നിന്ന് ഇളകിയതേയില്ല. അത്രയ്ക്ക് ധൈര്യമുണ്ട് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ തന്നെ ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. തൻ്റെ ഭക്തനുണ്ടായ ഈ ആപത്ത് കണ്ടിട്ട് അംബരീഷൻ ആവശ്യപ്പെടാതെ തന്നെ ഭഗവാന്റെ സുദർശന ചക്രം അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തി. അഗ്നിരൂപിണിയായ കൃത്യയെ തീയിൽ വീണ ശലഭം എന്ന കണക്ക് ചക്രം ഭസ്മമാക്കി കളഞ്ഞു. മാത്രമല്ല ദുർവാസാവിനെ നശിപ്പിക്കാൻ എന്നോണം ദുർവാസാവിൻ്റെ പിന്നാലെ ചക്രം പാഞ്ഞു. ദുർവാസാവിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൃത്യം ച താമസിതരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാശ്ച കമ്പേ ത്വദ്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വതാമേത്. 7-ാമത്തെ ശ്ലോകം. ധാവന്നശേഷഭുവനേഷു പിയാസപശ്യൻ വിശ്വത്രചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കക്കാലചക്രമതിലംഘയതി ത്യവാസ്ത ശർവം യയോ സജ ഭവന്തമവന്ദതൈവ.
കൃത്യയെ ഭസ്മീകരിച്ച സുദർശന ചക്രം ദുർവാസാവിന്റെ പിന്നാലെ പോയി. ശിവന്റെ അംശഭൂതനും സർവശക്തനുമാണ് മഹർഷി. എന്നാലോ ഈ സുദർശന ചക്രം പിന്നാലെ വന്നപ്പോഴേ അദ്ദേഹം പ്രാണഭയം കൊണ്ട് ലോകം മുഴുവനും ഓടി. പോകുന്നിടത്തെല്ലാം ചക്രവും പിന്നാലെ പോയി. അവസാനം അദ്ദേഹം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ബ്രഹ്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു. അപ്പൊ ബ്രഹ്മാവ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, കാലചക്രം അതിലംഘയതേ, ഈ കാലചക്രത്തെ അതിലംഘിക്കുവാൻ ആർക്കാണ് കഴിയുക? തനിക്കാവില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അങ്ങനെ മുനി പിന്നെ ആരാണ് ആശ്രയം? അദ്ദേഹം കൈലാസത്തിലെ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? വിഷ്ണുവിനെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. തനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ശിവനും ബ്രഹ്മാവും ഒക്കെ കൈയൊഴിഞ്ഞു, അവരൊന്നും സഹായിച്ചില്ല. അങ്ങനെ ദുർവാസാവ് വളരെയധികം വിഷമത്തിലായി. വിഷ്ണുവിൻ്റെ അടുത്ത് എങ്ങനെയാ പോവാ? വിഷ്ണുവിനെ നിന്ദിച്ച പോലെയാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഭക്തനെ കുഴപ്പത്തിലാക്കാൻ വെച്ചാൽ വിഷ്ണുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലേ? അപ്പോൾ ദുർവാസാവാകെ വിഷമത്തിലായി. ധാവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതിലംഘയതി യവാസ്തശർവം യയൗ സജ ഭവന്തമവന്തദൈവ. ഇന്ന് 8ാമത്തെ ശ്ലോകമാണ്. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനകം ഋഷേനനുഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. അങ്ങനെ ദുർവാസാവ് അവസാനം ഈ ചക്രത്തിൻ്റെ ഉടമയായ വിഷ്ണുവിൻ്റെ സ്ഥലത്തെത്തി, വൈകുണ്ഠത്തിലെത്തി. വിഷ്ണുവിനെ തന്നെ അദ്ദേഹം അഭയം പ്രാപിച്ചു. സുദർശന ചക്രത്തെ നിയന്ത്രിക്കുവാൻ മഹാവിഷ്ണുവിന് എന്തായാലും കഴിയല്ലോ, അദ്ദേഹത്തിൻ്റെ അല്ലേ ചക്രം. പക്ഷെ തെറ്റിപ്പോയി. ഭഗവാനും മുനിക്ക് അഭയം നൽകിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഭക്തദാസനാണ്, എൻ്റെ ഭക്തന്മാർക്കെതിരായി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. മാത്രമല്ല അങ്ങ് വളരെ തപസ്യാണല്ലോ. ഈ ജ്ഞാനം, തപസ് ഇവയെല്ലാം ഉള്ള ആൾക്ക് ഒരു വിനയം കൂടി വേണം. വിനയത്തോടു കൂടി ഇരുന്നാലേ അതിനെ നമ്മൾ മാന്യമായി കരുതുകയുള്ളൂ. ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം. ജ്ഞാനവും തപസ്സും അറിവും ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്ക് അഹങ്കാരം കൂടി ഉണ്ടായാൽ അത് ഒരു ആ ദേഹത്തെ നമുക്ക് മാന്യനായിട്ട്, അല്ലെങ്കിൽ ഈ അറിവൊക്കെയുള്ള ഒരാളെ നമുക്ക് മാന്യനായിട്ട് കരുതാൻ കഴിയുകയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, താങ്കൾ പോയി അംബരീഷന്റെ പാദങ്ങളെ തന്നെ ഭജിക്കുക എന്ന് പറഞ്ഞു വിട്ടു. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാൻ അഹമൃഷേനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഇന്ന് 9ാമത്തെ ശ്ലോകം. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസാവനൗഷീത്
ചക്രേ ഗതേ മുനിരഥാദഖില ശിശോസ്മൈ ത്വദ്ഭക്തിമാഗസി ഹൃദേവി കൃപാം ച ശംസന്. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ദുർവാസാവ് അംബരീഷിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. തപസ്സിനെയും ജ്ഞാനത്തെയും കുറിച്ചുള്ള ഗർവ് ഈ ഘട്ടത്തിൽ മഹർഷിക്ക് തീരെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. രാജാവിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് രാജാവ് ഒഴിഞ്ഞു മാറി. കാരണം ദുർവാസാവിനെ പോലെ ഒരു മഹാത്മാവ് തൻ്റെ കാല് പിടിക്കുന്നത് അംബരീഷിന് സഹിക്കാവുന്നതായിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? രാജാവ് സുദർശന ചക്രത്തെ സ്തുതിച്ചു. അങ്ങനെ ചക്രം ശാന്തനായി മറഞ്ഞു. ചക്രം പോയപ്പോൾ ദുർവാസാവിന് എപ്പോഴാണ് ഒരു സമാധാനമായത്. അദ്ദേഹത്തിന് രാജാവിൻ്റെ വിഷ്ണു ഭക്തിയെയും അപരാധം ചെയ്തിട്ടുള്ള തന്നോട് അദ്ദേഹം കാണിച്ച കൃപയെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ട് രാജാവിന് എല്ലാവിധ ആശംസകളും മഹർഷി നൽകി. താവത്സമേത്യ മുനിനാസ ഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസാ വനൗഷീത് ചക്രേ ഗതേ മുനിരദാദഖില ശിശോസ്മൈ ത്വദ്ഭക്തിമാഗസി ഹൃദേവി കൃപാം ച ശംസന്. 10ാമത്തെ ശ്ലോകം. 33ാം ദശകം അവസാനിക്കുകയാണ്. രാജാ പ്രതീക്ഷ്യ മുനിമേഘസമാമനാശ്വൻ സംഭോജ്യ സാധു തമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമം പവനേശ പായാഹ. സുദർശന ചക്രത്തെ ഭയന്ന് ലോകമെമ്പാടും അലഞ്ഞ ദുർവാസാവ് അംബരീഷിൻ്റെ അടുത്ത് മടങ്ങിയെത്തുന്നത് ഒരു വർഷക്കാലം കഴിഞ്ഞായിരുന്നു അത്രേ. ഈ ഒരു വർഷക്കാലവും ദ്വാദശി ദിവസം പാരണയ്ക്ക് ഒരു തുള്ളി വെള്ളം കുടിച്ചിരിക്കുകയാണ് നമ്മുടെ രാജാവ്. അത് ഈ ഒരു വർഷം ദുർവാസാവ് തിരിച്ചു വരുന്നത് വരെ താൻ ആഹാരത്തിന് ക്ഷണിച്ച മഹർഷി തിരിച്ചെത്താതെ ഭക്ഷിക്കുന്നത് എങ്ങനെയാണ്? അത് പാപമാണെന്ന് കരുതി അംബരീഷൻ നിരാകാരമായി വീണ്ടും ഒരു വർഷം കൂടി കഴിഞ്ഞുകൂടി. മുനി മടങ്ങി എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തെ യഥാവിധി സൽക്കരിച്ച് ഊട്ടി തൃപ്തിപ്പെടുത്തി. സന്തുഷ്ടനായ മഹർഷിയെ യാത്ര അയച്ചതിന് ശേഷം മാത്രമാണ് അംബരീഷൻ ഭക്ഷണം കഴിച്ചത്. ഇതൊരു വലിയ സംഭവം തന്നെയാണ് അല്ലേ? മാത്രമല്ല നിന്തിരുവടിയിൽ മുമ്പത്തേക്കാളും ദൃഢമായ ഭക്തിയുള്ളവനായി തീരുകയും ചെയ്തു. അവസാനം സായുജ്യമോക്ഷം എന്ന പരമമായ പദം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. അങ്ങനെ അംബരീഷ ചരിതം സമാപിക്കുകയാണ്. ഭക്തദാസനായ ഭഗവാൻ അദ്ദേഹത്തെ സദാ വിളിച്ചാൽ നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. രാജാ പ്രതീക്ഷ്യ മുനിമേഘസമാമനാശ്വൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമം പവനേശ പായാഹ. കൃഷ്ണ ഗുരുവായൂരപ്പ.